ഈ അവധിക്ക് നമ്മളൊരു ഏർമാടം ഉണ്ടാക്കി. ഇപ്പം ഞാനും മീനാക്ഷി ചേച്ചിയും കാശിയും എല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്, കളിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ. ഇത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത് പൊക്കമില്ലാതെ താത്തി ഉണ്ടാക്കിയത്. നമ്മുടെ ഏർമാടത്തിനകം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബുക്ക് വെക്കാനുള്ള ഷെൽഫിന് പകരം പലകയും കൊണ്ടുള്ള തട്ടാണ്. ഈ തട്ടിലാണ് നമ്മൾ എഴുതാനും വായിക്കാനും പടം വരയ്ക്കാനുമുള്ള പുസ്തകങ്ങൾ വെക്കുന്നത്. ഏർമാടത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പലകയും കൊണ്ട് തട്ടുണ്ടാക്കി അതിലാണ് കഴിക്കാനുള്ള ആഹാരങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് 4 കവുങ്ങിലാണ്. ഏർമാടത്തിൻ്റെ മുകളിൽ നമ്മൾ പനയോലയാണ് ഇട്ടിരിക്കുന്നത്. ഇതിട്ടിട്ട് കുറേ ദിവസം ആയതുകൊണ്ടാണ് ഇത് ഉണങ്ങി കരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കാണിച്ചതിലൂടെയാണ് നമ്മൾ ഏർമാടത്തിലോട്ട് കയറുന്നത്. ഇത് ഞങ്ങൾ വരച്ച കുഞ്ഞു കുഞ്ഞു പടങ്ങൾ ഏർമാടത്തിൽ ഒട്ടിച്ചിരിക്കുന്നതാണ്. ഞങ്ങൾ ഈ അവധിക്കാലത്ത് കൂടുതൽ സമയം ഏർമാടത്തിലാണ് സ്പെൻഡ് ചെയ്തത്. ഞങ്ങൾ ഇവിടെ നിന്നാണ് കൂടുതൽ കളികളും കളിക്കാറുള്ളത്. ഏർമാടത്തിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്ന പനയോല കരിഞ്ഞതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നനയാതിരിക്കാൻ നമ്മൾ പ്ലാസ്റ്റിക് പടുത ഏർമാടത്തിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ സൈഡുകളിൽ നനയുന്നിടത്തെല്ലാം നമ്മൾ ചാക്കിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ അനിയത്തി കളറടിക്കുന്നതാണ്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞേക്കുന്ന ബുക്കൊക്കെ വെക്കുന്ന ഷെൽഫ്. ഇത് ഞങ്ങൾ ഏർമാടത്ത് ഇരുന്ന് ഓരോരോ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ ഏർമാടത്തിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ.